നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ ചിലപ്പോൾ ചോദിക്കില്ലേ എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് സംശയം ഉണ്ടാവും, എന്നാലും ചോദിക്കാനൊരു പേടിയാല്ലേ. അതെന്താ നമുക്ക് ചോദിക്കാൻ അത്ര പേടി? എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മൾ ചോദിക്കുന്ന സംശയം ഒരു പൊട്ട ചോദ്യമാവോ എന്നൊരു പേടിയാണത് അല്ലേ. സംശയം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ടീച്ചർ ചോദിക്കും, അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ എന്ന്. അപ്പോഴും പേടിയാ, അയ്യോ മനസ്സിലായിട്ടില്ല എന്ന് പറയണോ മനസ്സിലായി എന്ന് പറയണോ? ആ സംശയം നമ്മൾ അവിടെ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ടീച്ചർ നമുക്ക് ഉത്തരം ക്ലിയറാക്കി പറഞ്ഞു തരുമായിരുന്നു. ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടുമായിരുന്നു. ചിലപ്പോൾ ആ സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായേനെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? മിണ്ടാണ്ടിരുന്നു അല്ലേ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ആർക്കും അറിയണ്ടാവില്ല അതിൻ്റെ ഉത്തരവൊന്നും, ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ആരും ചോദിക്കില്ല. കാരണം എന്താ? പേടിയാ. എന്താ പേടി? എന്താ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിചാരിക്കുക എന്നുള്ള പേടി. ആ പേടി നമ്മളെ എവിടെ എത്തിച്ചു? സ്വപ്നങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു. അറിയാവുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. സ്വയം ഇടിച്ചു താഴ്ത്തി എങ്ങനെയോ ഒരു സാധാരണ ജീവിതം നയിച്ചിങ്ങനെ പോവാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി, കുട്ടികളൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനായാൽ പെട്ടെന്ന് ഈ ചിന്ത കയറി വരും, ഞാൻ ഇങ്ങനെയൊക്കെ മതിയോ? ഒന്ന് ഉഷാറാവണ്ടേ? ഉഷാറാവാനുള്ള അവസരം കിട്ടിയാലും പ്രശ്നം എന്താ? പേടിയാ. എന്താ പേടി? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പേടി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ഈ പേടി, ഈ പണ്ടാരടങ്ങിയ പേടി. ആ പേടി കാരണം നമ്മൾ എവിടെ എത്തേണ്ട ആളായിരുന്നു, അതിന് പകരം എവിടെ ഇപ്പോൾ നിൽക്കണു. ഇപ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് സ്റ്റെഫനി ജെർവനോട്ട. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കുട്ടിക്ക് വലിയൊരു സിംഗറൊക്കെ ആവാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ വിചിത്രമായ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് പോവും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ കമ്പനീസൊക്കെ ഈ കുട്ടിയുടെ പാട്ട് കേട്ടിട്ട് എടുക്കില്ലേ ഈ കുട്ടീനെ. നടന്ന കാര്യം കേട്ടോ. ഇനി വിചിത്രമായിട്ട് വേഷമൊക്കെ ധരിച്ചിങ്ങനെ ചെല്ലുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ഈ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ്, കുട്ടി വിയേഡാണല്ലോ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടീനെ കുറിച്ച് സംസാരിച്ചിരുന്നത് കേട്ടോ. എല്ലാവരും കളിയാക്കും. അപ്പം നമ്മളൊക്കെയാണ് ഈ അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യും? ആദ്യത്തെ ദിവസം ചിലപ്പോൾ പോവും, പിന്നെ പോകില്ല അല്ലേ. പിന്നെ ആ ഏരിയയിലോട്ടേ നമ്മൾ പോകില്ല. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്തു അറിയാം? പിന്നെയും പോവും, എല്ലാ സ്ഥലത്തും പോവും, പെർഫോം ചെയ്യും. ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ആ ക്രിഞ്ചില്ലേ, അതങ്ങ് എംബ്രേസ് ചെയ്തു അവർ. എന്നിട്ട് വീണ്ടും 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 പോയി. ഇപ്പോഴും ആ ആളാണ് ഇയാൾ. ലേഡി ഗാഗ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. അപ്പം അന്ന് കളിയാക്കിയ എല്ലാവരും ഇയാളുടെ പാട്ട് കേട്ട് ആസ്വദിച്ച് ഉറക്കെ കൂടെ പാടുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് ഈ ആൾക്കാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നിന്നിരുന്നെങ്കിൽ നമുക്ക് ലേഡി ഗാഗനെ കിട്ടുമായിരുന്നോ? ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും, ചുറ്റുമുള്ള ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് ചെയ്യുക. ചിലപ്പോൾ ഡാൻസ് കളിക്കാനായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും, ചിലപ്പോൾ തലയും കുത്തി നിൽക്കുന്നത് പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. ചെയ്യുക. എന്നിട്ട് ആ ചെയ്യുന്നത് ചുറ്റുള്ളവർ കാണുമ്പോൾ ചിലവർ നിങ്ങളെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചേക്കും. അവർ മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാരില്ലേ, അവർ ശരിക്കും മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കൂടെ വാങ്ങിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. കളിയാക്കുന്നവരെ തിരിഞ്ഞു നോക്കാതിരിക്കുക. അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആൾക്കാരല്ലെന്നേ. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചെടുക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ? നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് നീന്തൽ പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കതിനുള്ള സാധനങ്ങളില്ലല്ലോ. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരില്ലല്ലോ ചുറ്റും. സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്വിം വെയർ ഇല്ലല്ലോ, നല്ല ടീച്ചറില്ലല്ലോ പഠിപ്പിച്ചു തരാൻ. ഞാൻ എവിടെ പോയി പഠിക്കും? അത് ഭയങ്കര ദൂരെയാണല്ലോ ആ സ്ഥലം. ഈ എന്ത് വേണം ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. പക്ഷെ സത്യം എന്താ? ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് എടുക്കുക, വിളിച്ചു ചോദിക്കുക, ചേട്ടാ എത്ര മണിക്കാണ് സ്വിമ്മിങ് ലെസൺസ് ഉള്ളത്, എനിക്ക് ചേരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ടല്ലോ, ചോദിക്കാം, വിനി എങ്ങനെയാണ് കോഴ്സ്, എങ്ങനെയാണ് ഫീ, എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വല്ല കോഴ്സും ഉണ്ടോ, എൻ്റെ സമയം ഇങ്ങനെയൊക്കെയാണ്, പറ്റുമോ?
അപ്പോൾ ഇതൊന്നും നമ്മൾ ആലോചിക്കാണ്ട്, ഇതൊന്നും പറ്റില്ലെന്നേ, ഞാൻ ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ എൻ്റെ കോഴ്സിനൊക്കെ 15 മിനിറ്റ് മതി. അതൊക്കെ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റും അല്ലേ? നമ്മൾ കുളിക്കുന്ന സമയം എത്രയാണ്? അതിൻ്റെ പകുതി പോലും അല്ല 15 മിനിറ്റ്. നമുക്ക് എന്ത് വേണം അത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതൊരു 100 കാരണം നമ്മൾ നിരത്തും. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പില്ലേ അതങ്ങ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആമസോണില്ലേ, നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന ആമസോൺ, അതിൻ്റെ ഫൗണ്ടറില്ലേ എനിക്ക് നല്ലൊരു കമ്പ്യൂട്ടർ വേണം, ഒരു ഓഫീസ് വേണം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ഉണ്ടാവില്ല. ഈ ആമസോണിൻ്റെ ജെഫ് ബെസോസ് ഈ കമ്പനി തുടങ്ങിയത് ഒരു ഗരാജിലാണ്. അതൊരു ഓൺലൈൻ ബുക്ക് സ്റ്റോറായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ആമസോൺ പ്രൈമോ അലക്സയോ അതൊന്നും അന്നില്ല. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. അയാൾക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നി, അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി ഇത് വേണം എന്ന് അങ്ങനെ ഒരു ബോധം നമുക്ക് വരും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താലേ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കാണാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഏറ്റവും അറ്റത്തെ സ്റ്റെപ്പും പോണ വഴിയൊക്കെ കണ്ടിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് പ്ലാനും അന്വേഷിച്ചിരിക്കുകയാണെങ്കിൽ നോക്കണ്ട, അങ്ങനൊരു പ്ലാൻ ഇല്ല. ആകെ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താലും ചിലപ്പോൾ മുന്നോട്ട് പോകില്ല. എൻ്റെ കോഴ്സ് എടുക്കുന്ന ചില കുട്ടികളുണ്ട്, ആദ്യത്തെ ദിവസം കോഴ്സിൻ്റെ വെബ്സൈറ്റും തുറന്ന് നോക്കും, പിന്നെ ജീവിതത്തിൽ ആ വഴിക്ക് വരില്ല. അതെന്താ കാരണം എന്നറിയോ? നമ്മളോടുള്ള സ്നേഹമില്ലേ, അത് ഇത്തിരി കുറവായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് മോട്ടിവേഷനല്ല, ഡിസിപ്ലിനാണ്. നമ്മളോട് പ്രോമിസ് ചെയ്യണം, ഞാൻ ഇത്ര ദിവസത്തേക്ക് ഇന്നൊരു പരിപാടി ചെയ്യും, എല്ലാ ദിവസവും ചെയ്യും. അത് നമുക്ക് കൊടുക്കുന്ന പ്രോമിസാണ്. അതാണ് ഡിസിപ്ലിൻ. ഇപ്പം നിങ്ങൾ ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര പേടിയും ബഹുമാനവും ഒക്കെയുള്ള, അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരാൾ, അയാൾ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ലേ? അയാളോടുള്ള ഇഷ്ടത്തിൻ്റെ അത്ര ഇഷ്ടം നിങ്ങൾക്ക് സ്വയം ഇല്ല. അതാണ് പ്രശ്നം. സെൽഫ് ലവാണ് ഡിസിപ്ലിൻ. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളങ്ങ് ചെയ്യാം. അതിൽ ഒഴിവും സമയമില്ലായ്മയും കാരണങ്ങളൊന്നും തരത്തരുത്. ഓക്കെ? നമുക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീച്ചോ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് മോട്ടിവേഷനൊക്കെ വരും, ഇത് ചെയ്യാമെന്ന്. പക്ഷേ ഈ മോട്ടിവേഷൻ ലാസ്റ്റ് ചെയ്യില്ല, ആർക്കും ലാസ്റ്റ് ചെയ്യില്ല. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ, രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്ത് കൃത്യമായിട്ട് ജോലിക്ക് പോയി, പിന്നെ വൈകുന്നേരം വന്ന് ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ച്, വൈകുന്നേരം വന്ന് വേറെ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം, ഡാൻസ് എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ചിത്രകല അഭ്യസിക്കുന്നത്, ഇപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് വട്ടാണ്, എങ്ങനെ ഇതൊക്കെ സാധിക്കണേ? അതെന്താണെന്നറിയോ? അവർക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അല്ലാണ്ട് മോട്ടിവേഷനല്ല. നമുക്ക് ആർക്കും ഇങ്ങനെ രാവിലെ എണീറ്റ് ഇതൊന്നും ചെയ്യാനുള്ള മോട്ടിവേഷനൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസമൊക്കെ ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം നമ്മളെല്ലാവരും ഇങ്ങനെ അയ്യോ ഇന്ന് വേണ്ട എന്ന് തോന്നും. പക്ഷേ ഇതൊന്ന് വേണ്ടാന്ന് തോന്നുമ്പോഴും അത് നന്നായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെടുമല്ലോ എന്നുള്ളൊരു ഫീലിങ്ങില്ലേ, ഇന്നും കൂടെ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ആ സംഭവമില്ലേ, ആ ഡിസിപ്ലിൻ, അതാണ് ആ മാറ്റം വരുത്തുന്നത്. അതാണ് റിയൽ സെൽഫ് റെസ്പെക്റ്റ്. ഇപ്പം നമ്മൾ ആലോചിക്കുന്നതാ, വേറെ ആരും നമ്മളോട് ചെയ്യാൻ പറയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമോ, കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടം പോരാ, അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവണം. ഓക്കെ? ഇനി ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ചില സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചില കുഴപ്പങ്ങളുണ്ടാവും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും, എല്ലാവരും നമ്മളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ റോബിൻ വില്യംസിനെ കുറിച്ച് അറിയില്ലേ? നടനാണ്, നല്ലൊരു സിനിമാ നടനാണെന്ന് മാത്രമല്ല എല്ലാവരും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ആളാണ്, തമാശകളിലൂടെയും അയാളുടെ സിനിമകളിലൂടെയൊക്കെ. പക്ഷെ ആൾക്ക് സിവിയറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആരും അറിഞ്ഞില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയാലോ? അങ്ങനെയുണ്ട്. നമ്മൾ കുറേ പേര് പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുമെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര എംപ്റ്റി ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ അത് ഒറ്റയ്ക്ക്
ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. എന്നാൽ ആ സത്യം നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കണം. ചില സമയത്ത് ജേർണലിങ് ചെയ്യാം, ചില സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം, ചിലപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആവും. ചില സമയത്ത് നമ്മൾ തെറാപ്പിയൊക്കെ സ്വീകരിക്കണം, ഡോക്ടറെ കാണേണ്ടി വരും. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ കൈയിനോ കാലിനോ ഹാർട്ടിനോ വയ്യാത്തപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്ന പോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ഒരു എംപ്റ്റി ഫീലിംഗ് അതുണ്ട്, അതുള്ളവർക്കറിയാം. അതെ, നമ്മളൊക്കെ ചില സമയത്തെങ്കിലും അത് കൂടെ കടന്നു പോയിട്ടുണ്ടാവും, ചില സമയത്ത് നമ്മൾ അതിജീവിച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല അല്ലേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മുറിവ് വരുമ്പോൾ അത് സ്വയം ഉണങ്ങി കൊള്ളണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഡോക്ടറെ ഹെൽപ്പ് സ്വീകരിക്കേണ്ടി വരില്ലേ. അതുപോലെ എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നുകയാണെങ്കിൽ ഹെൽപ്പ് തേടുക, ഒരു തെറാപ്പിസ്റ്റിനോ ആരെങ്കിലും കാണുക. കാര്യങ്ങൾ എക്സ്റ്റേണൽ ഹെൽപ്പ് സ്വീകരിക്കലും മടി വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയില്ലേ, ഒരു പൊട്ടിയിരിക്കുന്ന പാത്രത്തിൽ എത്ര നല്ല കാര്യം കൊണ്ടൊന്ന് നിറച്ചാലും അത് ഫില്ലാവില്ല. ആ വിള്ളൽ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അറിയാം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. പലപ്പോഴും നമുക്ക് പുറമെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ ഹെൽപ്പ് തേടുക കേട്ടോ. അതിലൊരിക്കലും മടി വിചാരിക്കരുത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇതൊന്നും അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ, അവൾ അത്രയും സക്സസ്ഫുൾ ആവാൻ കാരണം അവളുടെ അച്ഛനമ്മയൊക്കെ അങ്ങനെയാണ് അല്ലേ, അവളുടെ അച്ഛനമ്മയോ അതൊക്കെ പറഞ്ഞു കൊടുത്ത്, പിന്നെ അവരുടെ വീട്ടിൽ അങ്ങനെ സാഹചര്യമുണ്ട് അതൊക്കെ ചെയ്യാൻ. ഇങ്ങനൊരു നാരേറ്റീവ് നിങ്ങൾ സ്വയം പറയണതാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോട്ടോ. കാരണം ആരും നമ്മളെ ഒന്നും സഹായിക്കാൻ വരില്ല. ഇപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാർ, സക്സസ്ഫുള്ളായ ആൾക്കാർ, ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ അവരുടെ മക്കളെയൊക്കെ സിനിമയിൽ കൊണ്ടുവരില്ലേ, അവർക്കൊക്കെ അതൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ്. നമ്മളത് അസൂയപ്പെട്ടിട്ടോ അത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അല്ലാണ്ട് വരുന്ന ആൾക്കാരില്ലേ, ആരും കൊണ്ടുവന്നതാ? ആരും വരില്ല, ഒരു മാലാഖയും വരില്ല. പാവം, നീ ഇവിടെ കുറച്ച് കാലമായിട്ട് ഇത് ആഗ്രഹിക്കുന്നല്ലേ, വാ ഞാൻ നിനക്ക് എടുത്തു തരാമെന്ന് പറയാൻ ആരും വരില്ല. നമ്മൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കണത്. ആരും വരില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടുപിടിക്കണം. ഇപ്പം നിങ്ങൾ ഓപ്ര വിൻഫ്രേനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ദാരിദ്ര്യത്തിലായിരുന്നു ആളുടെ ചെറുപ്പകാലമൊക്കെ. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു കാരണവശാലും നന്നാവുമെന്ന് ആരും ആളെക്കുറിച്ച് വിചാരിച്ചിട്ടില്ല. പക്ഷെ ആൾക്കറിയായിരുന്നു, ആരും വന്ന് സഹായിക്കില്ല, ഞാൻ തന്നെ എന്നെ രക്ഷിക്കണമെന്ന്. ആൾ നന്നായി കഷ്ടപ്പെട്ടു. ഓരോ തവണ എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അതിന് പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫെയിലിയേഴ്സിന് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് ആ ഫെയിലിയർ എന്തുകൊണ്ടുണ്ടായി, ഇനി എങ്ങനെ അത് വരാണ്ടിരിക്കാം, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതാണ് ഫെയിലിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഓരോ ഫെയിലിയറിനും പഠിച്ച് ഒരാൾക്കാരെ പരിചയപ്പെട്ട് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരാളായിട്ട് മാറി നമ്മുടെ ഓപ്ര വിൻഫ്രേ. ആൾക്ക് അവിടെ എത്താൻ പറ്റിയത് എങ്ങനെയാണ്? അത്രയും പോവർട്ടി, അത്രയും ദാരിദ്ര്യത്തിൽ നിന്ന് ഇങ്ങനൊരു സ്ഥാനത്ത് എങ്ങനെ എത്താൻ പറ്റിയ ആൾക്ക്? നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിന് മെനക്കെട്ട് ഇറങ്ങണം എന്നുള്ള സത്യം ആൾ മനസ്സിലാക്കി. ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എക്സ്ക്യൂസ് ഒന്നുമില്ല, ആരുടെയും പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടേ, എന്താണ് നിങ്ങൾക്ക് ആവണ്ടേ, അതാവാൻ റെഡി ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം തുടങ്ങിക്കോളും. അപ്പോൾ ഇനി എന്താ വെയിറ്റ് ചെയ്യണത്? ഫെയിലാവുമോ എന്നുള്ള പേടിയുണ്ടോ? ആ പേടീനെ എംബ്രേസ് ചെയ്യാം. നമ്മൾ ഇതൊക്കെ ചെയ്താൽ വല്ല പൊട്ടത്തിയാണോ എന്ന് എല്ലാവരും വിചാരിക്കുമോ, അല്ലെങ്കിൽ പൊട്ടനാണോ എന്ന് വിചാരിക്കുമോ? വിചാരിച്ചോട്ടെ, അതിന് നമ്മൾ ബോധറേണ്ട കാര്യമില്ല. എന്ത് വന്നാലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറിയാത്ത ഫീലിംഗ് ലോസ്റ്റ് ആയിട്ടുള്ളൊരവസ്ഥയാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എവിടേക്കാണ് പോകേണ്ടത്, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക. കാരണം ഈ ലോകത്ത് 2 തരം ആൾക്കാരേ ഉള്ളൂ. ഒന്ന് എപ്പോഴും അയ്യോ ഫെയിലാവോ, ആൾക്കാർ ചിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും, മറ്റൊരു ടൈപ്പ് ആൾക്കാർ എൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് എത്താൻ പറ്റാണ്ടാവുമോ എന്നുള്ളൊരു പേടിയുള്ള ആൾക്കാരും. ആൾക്കാരെന്ത് വിചാരിച്ചിട്ടുള്ള ആ പേടിയില്ലേ, അതെപ്പോഴും ടെമ്പററി ആണ്, കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റേ പേടിയോ, എനിക്ക് എന്തൊക്കെയോ ആവണം, ആ സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റാതെ ആവുമോ എന്നുള്ള പേടി, അത് നമ്മളെന്നും ഹോണ്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പം തന്നെ
എന്താ ചെയ്യേണ്ടേ? ആ കാര്യത്തിനൊരു പ്ലാൻ ഉണ്ടാക്കുക. ഐഡിയ ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, തുടങ്ങുക. ആരും നമ്മളെ സഹായിക്കാൻ വേണ്ടി വരാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.